എല്ലാവർക്കും സ്വാഗതം ക്ലാസ് വിത്ത് ജെ പിയിലേക്ക്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എനിക്ക് തോന്നുന്നു നമ്മൾ 4 പാർട്ടാണോ 3 പാർട്ടാണോ പഠിച്ചെന്ന് ഓർക്കുന്നില്ല. എനിവേ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി പാർട്ട് 4 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 4 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്ട് 5 ആയിരിക്കണം ഇത്. ഇപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു ജനറൽ സ്ട്രക്ചർ മാത്രമാണ് ഹിസ്റ്ററിയുടെ, ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ഒരു ജനറൽ സ്ട്രക്ചർ മാത്രമാണ് അല്ലേ. ഫൈൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ നിർത്തിയത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലാണ് നമ്മുടെ ക്ലാസ് നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 1929 മുതൽ നമ്മൾ പഠിക്കുന്നൊരു പാർട്ട്. ഇതൊരു ജനറൽ സ്ട്രക്ചർ മാത്രമാണ്, ഡീറ്റെയിൽഡ് ആയിട്ടല്ല. ഇതൊരു കവറിംഗ് ആണ്, ഒരു ഷീൽഡാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് പഠിക്കും. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് 1921 മുതൽ 1929 വരെയുള്ള കാലഘട്ടമാണ്. 1921 മുതൽ 1929 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ നോക്കാം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ നമ്മൾ പഠിച്ച ലാസ്റ്റിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1920 നടന്നു. ഖിലാഫത്തിനെ പറ്റിയെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അടുത്തത് എന്തിനാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിച്ചത്? ഗാന്ധിജി വിഡ്രോൺ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. എന്നാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്തത്? ഓൺ 12th February 1921. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ധാരാളം എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി വിഡ്രോൺ the non-cooperation movement during 12th February 1921. What was the reason? റീസൺ ഇതായിരുന്നു, ചൗരി ചൗര ഇൻസിഡൻറ്റ് അല്ലേ. എന്താണ്? ചൗരി ചൗര ഇൻസിഡൻ്റ് ആയിരുന്നു കാരണം. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അതിലുള്ള ധാരാളം പോലീസുകാരെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി നോൺ വയലൻസ് മൂവ്മെൻറ്റിൻ്റെ ആളായിരുന്നത് കൊണ്ട് ഗാന്ധിജി ഒപ്പോസ്ഡ് ദ വയലൻസ് ലെഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ഹി വിഡ്രോ ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി ഇത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനിയും അടുത്ത ഒരു സ്പേസിലേക്ക് ഞാൻ പറയാൻ പോകുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, ജവഹർലാൽ നെഹ്റുവിനെ പറ്റി കുറേ അധികം കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തായിരുന്നു നെഹ്റു? നെഹ്റുവിൻ്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു ആണ്. മോട്ടിലാൽ നെഹ്റു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആ കാലഘട്ടത്തിൽ. സോ നെഹ്റു സ്റ്റഡി ലോ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് നിയമം പഠിച്ചത്, ലോ ഇൻ ഇംഗ്ലണ്ട്. ആൻഡ് ഹി റിട്ടേൺ ടു ഇന്ത്യ ഇൻ 1912. 1912 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ജോയിൻഡ് INC ഇൻ 1919. INCയിൽ ജോയിൻ ചെയ്തത് 1919. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജി. He was deeply influenced by Gandhiji. മറന്നു പോലെ, he was deeply influenced by Gandhiji. And ആ കാലത്തിൽ ശരിക്കും പറഞ്ഞാൽ 1919 ടൈമിൽ ഹു വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് INC എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് മോട്ടിലാൽ നെഹ്റു. അപ്പോൾ അച്ഛൻ മോട്ടിലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ആൻഡ് അച്ഛൻ്റെ കൂട്ട് തന്നെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ലീഡറാണ് ഗാന്ധിജി. സോ ഒബ്വിയസ്ലി നെഹ്റു വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മോട്ടിലാൽ നെഹ്റു ആൻഡ് ഗാന്ധിജി. ഓക്കെ. ആൻഡ് ഡ്യൂറിങ് 1920s അത് ഒന്ന് പഠിക്കണം. ഡ്യൂറിങ് 1920s പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ബോർഡിൽ എഴുതാൻ പറ്റില്ല, ബട്ട് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഡ്യൂറിങ് 1920s, അതായത് 1920കളിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നെഹ്റു വിസിറ്റഡ് എ ലോട്ട് ഓഫ് ഫോറിൻ കൺട്രീസ്. ധാരാളം ഫോറിൻ കൺട്രീസ് വിസിറ്റ് ചെയ്തു. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ അനാലിറ്റിക് ടൈപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് ആൻസർ എഴുതാൻ പറയുകയല്ല ചെയ്യുന്നത്. സോ നമുക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. ഇവിടെ പറയാൻ പറ്റുന്നൊരു വലിയ കോൺസെപ്റ്റാണ്. നെഹ്റു ഫോറിൻ കൺട്രി വിസിറ്റ് ചെയ്തു, ലൈക്ക് സ്വിറ്റ്സർലാൻഡ്. ഹി വിസിറ്റഡ് സ്വിറ്റ്സർലാൻഡ്, ഹി വിസിറ്റഡ് ഇറ്റലി, ബെൽജിയം, ഫ്രാൻസ്. ഇങ്ങനെ ധാരാളം രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രീസിൽ വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ പല കാര്യങ്ങൾ പഠിക്കുകയും. ആൻഡ് ഹി വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടേം സോഷ്യലിസം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യലിസം എന്ന് പറഞ്ഞ ടേമിൽ, കാരണം നെഹ്റു എന്ന് പറയുമ്പോൾ നെഹ്റുവിൻ സോഷ്യലിസം എന്നൊക്കെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്.
സോ നെഹ്റു വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസം അല്ല, കുറച്ചുകൂടെ പറഞ്ഞാൽ നെഹ്റു അഡോപ്റ്റ് ചെയ്തൊരു ഗാന്ധിയൻ ടൈപ്പ് ഓഫ് സോഷ്യലിസം ആയിരുന്നു. അതാണ് നെഹ്റുവിൻ്റെ സോഷ്യലിസം എന്ന് പറയുന്നത്. ആൻഡ് ലേറ്റർ ഹീ ഗെറ്റ് ദി ഐഡിയ ഓഫ് സോഷ്യലിസം ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ത് സംഭവിച്ചു? അപ്പം നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് മറന്നു പോകല്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് when he become the Prime Minister of India, when Nehru become the Prime Minister of India, ഇതൊക്കെ എഴുതി ഇട്ടോണം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, അത് നിങ്ങൾ വീണ്ടും ചുരുക്കി എഴുതാൻ പാടില്ല. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് when he become the Prime Minister of India, he introduced എന്താണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? he introduced the term socialism to India. അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? he introduced the term socialism ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് സോഷ്യലിസം എന്ന് പറഞ്ഞൊരു ടേം ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? നെഹ്റു ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക 1920. അപ്പോൾ ഇത്രയും പറഞ്ഞത് നെഹ്റുവിനെ പറ്റിയാണ്. പിന്നെ നെഹ്റു എഴുതിയ ഏറ്റവും ഫേമസ് ബുക്കാണ് നിങ്ങൾക്കറിയാം. നെഹ്റു നല്ലൊരു റൈറ്ററായിരുന്നു, ഒരു ഒറേറ്ററായിരുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബുക്ക് വളരെ ഫേമസ് ബുക്കാണ്. ഇന്ത്യയുടെ കണ്ടെത്തൽ. ഇറ്റ് വാസ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. അതുപോലെ വേറെയും കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അത് നെഹ്റുവിൻ്റെ ബുക്കാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അതുപോലെ ഓട്ടോബയോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നെഹ്റു എഴുതിയതാണ്. സോ വി ആർ ഗോയിങ് ബാക്ക് ടു 1924. നമ്മളിവിടെ നിന്ന് പോകുന്നത് 1924ലേക്കാണ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. നമ്മൾ 1924 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടന്നത്. when you examine the timeline of 1924 Indian history, it was a very important date. Gandhiji become the president of INC. Gandhiji become the president of INC. ആദ്യമായിട്ടാണ് ഗാന്ധിജി INCയുടെ പ്രസിഡൻ്റ് ആകുന്നത്, അവസാനവുമായിട്ടാണ്. become the president of INC. വൈ? ഗാന്ധിജി അതിന് മുമ്പുമായിട്ടില്ല, അതിന് ശേഷവുമായിട്ടില്ല. ഒറ്റ തവണ 1924. വിച്ച് സെഷൻ? ബെൽഗാം സെഷൻ. ഏത് സെഷനിലാണ്? ബെൽഗാം സെഷനിലാണ് ഗാന്ധിജി എന്താവുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആകുന്നത് ഇൻ ദ ബെൽഗാം സെക്ഷൻ. ഓക്കെ, ആൻഡ് ഈ കാലഘട്ടത്തിൽ ഇനി നമ്മൾ പോകുന്നത് 1927ലേക്കാണ്. ശ്രദ്ധിക്കുക, 1927ലാണ്. ഇപ്പം ഞാൻ വീണ്ടും പറയാം, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സംഭവങ്ങളുണ്ട്. ബട്ട് നമ്മളൊരു ഫ്രെയിം വർക്കാണ് മാത്രം തരുന്നത് കൊണ്ട് ആണ് ഇത്തരത്തിൽ നമ്മൾ പറയുന്നത്. സോ 1927 ഗാന്ധിജി എവിടെ എത്തി? ഗാന്ധിജി ബെൽഗാമിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. ദെൻ വി ആർ ഗോയിങ് ടു 1927. 1927 ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് വാണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് വാണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. സോ വാട്ട് യു മീൻ ബൈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്? ഭരണ പരിഷ്കരണം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമാണ് എന്ന് തോന്നി. They need to amend Government of India Act 1919. നോക്കിയേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് അവസാനം ഇറങ്ങിയ ആക്ട്. ആൻഡ് ഇറ്റ് വാസ് കോൾഡ് മോണ്ടിഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസ്. സോ അതിനകത്ത് പറയുന്നുണ്ട് 10 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ആക്റ്റുകൾ അമെൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ 1919 ഇപ്പോൾ 1927 ആയപ്പോൾ തന്നെ അവർ തീരുമാനിച്ചു 10 വർഷത്തേക്ക് കാത്തിരിക്കേണ്ട. ദേ വാണ്ട് ടു അമെൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. അവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അമെൻഡ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ആ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? ദേ അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ദേ അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ ടു അമെൻഡ് ദ 1919 ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, ഇത് ബ്രിട്ടീഷുകാർക്ക് ഫേവർ ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ദേ അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ. ആൻഡ് ഈ കമ്മീഷൻ്റെ പേരാണ് സൈമൺ കമ്മീഷൻ. എന്താണ് ഇത്? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൈമൺ കമ്മീഷൻ. ഇത് വളരെ ഫേമസ് ആണ്, വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു കമ്മീഷനാണ് ഇത്, ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ അപ്പോയിൻറ്റഡ് സൈമൺ കമ്മീഷൻ. അതിൽ സൈമൺ എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് മെമ്പറാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നു നമുക്ക് നോക്കണം. സൈമൺ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് സർ ജോൺ സൈമൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനും, ജോൺ സൈമൺ ആൻഡ്
6 മെമ്പേഴ്സ്, അതിൻ്റെ കൂട്ടത്തിൽ 6 മെമ്പേഴ്സും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അവരെന്തിനാ ഇന്ത്യയിൽ വന്നത്? ദേ വാണ്ട് ടു സെറ്റ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. നോക്കൂ, ഇതിനകത്ത് ഏറ്റവും വലിയ പാരഡോക്സ് എന്ന് പറയുന്നത് all were members of British Parliament and there were no single Indian members. ഇത് എഴുതിയിട്ടാണോ അണ്ടർലൈൻ ചെയ്യണം. There were no single Indian members. ഒരൊറ്റ ഇന്ത്യൻ മെമ്പർ പോലും ഇല്ലായിരുന്നു. ഓക്കെ, there were no single Indian members and there were only white, വെള്ളക്കാർ മാത്രമേ ഉള്ളായിരുന്നു ഇതിൽ. നോക്കൂ, ഇന്ത്യയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാരന്മാരാരും ഇല്ല. അപ്പോൾ അവർ വെള്ളക്കാരെ മാത്രം ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് കൊണ്ടുവരുന്നതിൻ്റെ അവരുടെ ബേസിക് ഇൻറ്റൻഷൻ എന്താണ്? അവർക്ക് ഒരു ഇൻറ്റൻഷനേ ഉള്ളൂ, ഇന്ത്യക്കാരെ മാക്സിമം ദ്രോഹിക്കുക, വെള്ളക്കാരെ സപ്പോർട്ട് ചെയ്യുക, സായിപ്പിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലേ? ശരിയല്ലേ? ആൻഡ് ദിസ് ഇവൻച്വലി വാട്ട് ഹാപ്പൻഡ് ഈസ് this commission become a very big insult to India. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് കമ്മീഷൻ സി എന്ന് എഴുതുന്നുള്ളൂ, ബിക്കം ഇൻസൾട്ട് ടു ഇന്ത്യ. എന്ത് പറ്റി? ഇൻസൾട്ട് ടു ഇന്ത്യൻസ്. ഇന്ത്യക്കാർ മനസ്സിലാക്കി ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മളെ ദ്രോഹിക്കുകയാണ്, അല്ലേ? അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ബിക്കോസ് ദർ വർ നോ എ സിംഗിൾ ഇന്ത്യൻ മെമ്പർ ഇൻ ദിസ് കമ്മീഷൻ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതെന്ന് വന്നു, എവിടെ വന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. എന്ന് വന്നു, എവിടെ വന്നു? എന്ന് വന്നു, ഈ ഡേറ്റ് പഠിച്ചു വെക്കുക. ഇത് PSC ആയാലും UPSC എക്സാംസിനായാലും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വന്ന ഡേറ്റ് 1928 ഒക്ടോബർ 30. 1928 ഒക്ടോബർ 30 കമ്മീഷൻ വന്നത്. കമ്മീഷൻ വന്ന സ്ഥലം അറൈവ്ഡ് ഇൻ ലഹോർ. ലഹോർ ഇപ്പോൾ പാകിസ്ഥാനിലാണ്, അന്ന് ഇന്ത്യയിലായിരുന്നു. ഓക്കെ, ഈ കമ്മീഷൻ ഒപ്പോസ് ചെയ്ത ആരൊക്കെയാണ്? ദ കമ്മീഷൻ വാസ് ഒപ്പോസ്ഡ് ബൈ നെഹ്റു ഒപ്പോസ് ചെയ്തു, ഗാന്ധി ഒപ്പോസ് ചെയ്തു, ഗാന്ധിജി ഒപ്പോസ് ചെയ്തു, മുഹമ്മദ് അലി ജിന്ന ഒപ്പോസ് ചെയ്തു, മുസ്ലിം ലീഗ് ഒപ്പോസ് ചെയ്തു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പോസ് ചെയ്തു. മീൻസ് ഇന്ത്യയിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവരും ഒപ്പോസ് ചെയ്തു. കാരണം ദർ were no single Indian members and there were only Britishers. They only want to uphold the vested interest of Britishers. വെള്ളക്കാരൻ്റെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത് ഈ സൈമൺ കമ്മീഷൻ. അപ്പോൾ ഇതിനകത്ത് നെഹ്റു, ഗാന്ധി, ജിന്ന, മുസ്ലിം ലീഗ്, INC എല്ലാം ഇതിനെ ഒപ്പോസ് ചെയ്തു. പക്ഷേ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം ആളുകൾ മാത്രം അതിനെ സപ്പോർട്ട് ചെയ്തു. മുഹമ്മദ് അലി ജിന്ന ആൻഡ് മെജോറിറ്റി പീപ്പിൾ ഒപ്പോസ്ഡ്. ജിന്നയും മെയിൻ 99% ആളുകൾ ഒപ്പോസ് ചെയ്തപ്പം അതിൽ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു ടീം, മുഹമ്മദ് ഷാഫി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു ടീം മാത്രം എന്ത് ചെയ്തു? അതിനെ അനുകൂലിച്ചു. സൈമൺ കമ്മീഷനെ അനുകൂലിച്ചായിട്ട് ഹിസ്റ്ററി ബുക്സിൽ കിടപ്പുണ്ട്. ആൻഡ് ദെൻ ഇതിനെതിരെ വാട്ട് ഹാപ്പൻഡ്? ഈ സൈമൺ കമ്മീഷനെതിരെ ഭയങ്കര പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. എന്തൊക്കെയാണ് പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഒട്ടുക്ക് നടന്നത്? അതിൻ്റെ സ്ലോഗനായിരുന്നു വാട്ട്? സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന സ്ലോഗൻ. ആൻഡ് ദർ വെയർ ഹർത്താലുകളുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റുകളുണ്ടായിരുന്നു, ധാരാളം സമരങ്ങളുണ്ടായിരുന്നു എഗൻസ്റ്റ് സൈമൺ കമ്മീഷൻ, സൈമൺ ഗോ ബാക്ക്. അങ്ങനെ ഒരു ഹർത്താലിൽ ഒരു ലാത്തി ചാർജ് നടന്നു. ആൻഡ് ആ ലാത്തി ചാർജിൽ ലഹോറിലാണ് ആ ലാത്തി ചാർജ് നടന്നത്. ലാത്തി ചാർജ് വാസ് ഹെൽഡ് അറ്റ് ലഹോർ. ആൻഡ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ്, ആൻഡ് ഹി വാസ് നോൺ ആസ് ലയൺ ഓഫ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ് വാസ് ബ്രൂട്ടലി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം നിങ്ങൾക്ക്? മൃഗീയമായി ലാത്തി ചാർജിന് ഇരയായി. മനസ്സിലായോ? ആ ഇരയാക്കിയത് സാൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് ലാത്തി ചാർജിന് നേതൃത്വം കൊടുത്തത്, സാൻഡേഴ്സൺ. അപ്പം ഈ സാൻഡേഴ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറുടെ നേതൃത്വത്തിൽ ലാത്തി ചാർജിൽ ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന മൂന്ന് ആളുകളിൽ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര ഗംഗാധര തിലകിൽ നമ്മുടെ ഏറ്റവും സീനിയറായിട്ടുള്ള ധാരാളം ആളുകൾക്ക് മെൻറ്ററായിട്ടുള്ള ഒരു ലീഡർ, വളരെ പരിണിത പ്രജ്ഞനായ ലീഡറാണ് ലാലാ ലജ്പത് റായ്. അദ്ദേഹം ലാത്തി ചാർജിൽ മരിച്ചു.
കൊല ചെയ്യപ്പെട്ടു. ആൻഡ് ദാറ്റ് ഡേറ്റ്, യു ഷുഡ് റിമെമ്പർ ദാറ്റ് ഡേറ്റ്, 17th November 1928. Lala Lajpat Rai was lathi charged during 17th November 1928 and he died. ഈ സമയത്ത് അതവിടെ നിൽക്കുകയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഞാനവിടെ പറഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ഞാൻ വേറൊരു ടോപ്പിക്കിലേക്ക് വരുവാണ്. ഇതിന് പകരം വീട്ടുന്ന ഭഗത് സിംഗ് ആണ്. അപ്പോൾ ഭഗത് സിംഗിൻ്റെ ടോപ്പിക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന വേറൊരു ചെറിയ കാര്യം ഞാനിവിടെ പറയാണ്. അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ബ്രിട്ടീഷ് വെള്ളക്കാരൻ സായിപ്പ്, ഒരു വൃത്തികെട്ടവൻ, അയാളുടെ പേര് ലോർഡ് ബെർക്കിൻഹാർഡ് എന്നാണ്. ഒരു സായിപ്പ്, ഒരു വെള്ളക്കാരൻ ബെർക്കിൻഹാർഡ് ചലഞ്ചഡ് ഇന്ത്യൻസ് ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ചലഞ്ചഡ് ഇന്ത്യൻസ്, ഇന്ത്യക്കാരോട് പറഞ്ഞു, എടാ നിനക്കൊക്കെ ആണത്തം ഉണ്ടെങ്കിൽ നീയൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കാണിക്കുക. ചലഞ്ചഡ് ഇന്ത്യൻസ് ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. നിനക്കൊക്കെ ആണത്തം ഉണ്ടെങ്കിൽ നീ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കാണിക്കുക. ആൻഡ് ഫോർ ഇന്ത്യ, he said Indians were not capable. He said Indians were not capable. ഇന്ത്യക്കാരന്മാർ വെറും കിഴങ്ങന്മാരാണ്. ഇന്ത്യൻസ് വെയർ നോട്ട് കേപ്പബിൾ. നിങ്ങൾക്കൊന്നും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല എന്ന് അയാൾ ചലഞ്ച് ചെയ്യുകയും പല പത്രമാധ്യമങ്ങളിൽ എഴുതുകയും ചെയ്തു. സോ ഇറ്റ് വാസ് എൻ ഇൻസൾട്ട് ടു ഇന്ത്യൻസ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആ ദൗത്യം ഏറ്റെടുത്തു, അല്ലേ? എന്നാൽ പിന്നെ അവനെ കാണിച്ചിട്ട് തന്നെ കാര്യം. ആൻഡ് ഓൾ പാർട്ടി കമ്മിറ്റി വാസ് സെറ്റപ്പ്. ഓൾ പാർട്ടി, എല്ലാ പാർട്ടിയിൽ നിന്നും ആളെ വിളിച്ചൊരു കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഓൾ പാർട്ടി കമ്മിറ്റി വാസ് സെറ്റപ്പ് ടു സെറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ദിസ് കമ്മിറ്റി, ശ്രദ്ധിച്ചോണം, ഓൾ പാർട്ടി കമ്മിറ്റി വാസ് സെറ്റപ്പ് ടു സെറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കാര്യം. അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഇത് 1929 സംഭവമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ഹെഡ് ചെയ്ത ആളുടെ പേരെന്താണ്? ശ്രദ്ധിച്ചോണം, ഈ വാസ് മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായ മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഓൾ പാർട്ടി കമ്മിറ്റി സെറ്റ് ചെയ്തു വിത്ത് ജവഹർലാൽ നെഹ്റു ആസ് എ സെക്രട്ടറി. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിനകത്ത് സെക്രട്ടറി. ആൻഡ് അതർ മെമ്പേഴ്സ് ആർ അലി ഇമാം. ആരൊക്കെയാണ് അതർ മെമ്പേഴ്സ്? അലി ഇമാം. ഇത് പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, PSC അല്ലെ UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ. തേജ് ബഹദൂർ സാപ്രു. അടുത്ത ആരാണ്? തേജ് ബഹദൂർ സാപ്രു. അടുത്ത ആരാണ്? മംഗൽ സിംഗ്. മംഗൽ സിംഗ് ഉണ്ട്. അടുത്ത MS ആനി ഉണ്ട്. സുഭാഷ് ചന്ദ്ര ബോസ്, നമ്മുടെ പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്ര ബോസ് ഉണ്ട്. സുഹൈബ് ഖുറേഷി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട്. ആൻഡ് GR പ്രധാൻ എന്ന് പറയുന്ന ഒരു മിടുക്കനായ ഓഫീസറുമുണ്ട്. അപ്പോൾ ആരൊക്കെയായിരുന്നു ഈ കമ്മിറ്റിയിൽ? ഇത് കാണാതെ പഠിക്കണം. ഇറ്റ് വാസ് മോട്ടിലാൽ നെഹ്റു, അതിൻ്റെ കമ്മിറ്റി ചെയർമാൻ മോട്ടിലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു സെക്രട്ടറി, അലി ഇമാം, തേജ് ബഹദൂർ സാപ്രു, മംഗൽ സിംഗ്, MS അനെ, സുഭാഷ് ചന്ദ്ര ബോസ്, സുഹൈബ് ഖുറേഷി ആൻഡ് GR പ്രധാൻ. ഇത്രയും ആളുകളാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ കമ്മിറ്റിയെ ജനറലി വിളിക്കുന്ന പേരാണ്, ഹിസ്റ്ററിയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ കമ്മിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ശ്രദ്ധിച്ചോണം, നെഹ്റു റിപ്പോർട്ട്. അപ്പം നെഹ്റു റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ റിപ്പോർട്ടല്ല ഇത് മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. ഇതിൻ്റെ ചരിത്രം ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞു, അല്ലേ? ലോർഡ് ആരാണ്? ബെർക്കിൻഹാർഡ്. അപ്പോൾ ഈ ലഹോർ, നമ്മൾ ഈ സൈമൺ കമ്മീഷൻ വന്ന് ഇതിൻ്റെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയത്താണ് ഇയാൾ പറയുവാണ്, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ റിഫോംസിന് വന്നു, സൈമൺ കമ്മീഷനെ നിയമിച്ചത് ഞങ്ങൾ ബ്രിട്ടീഷുകാരാണ്, ഞങ്ങൾ ഇന്ത്യക്കാരെ ഒന്നും ഇവിടെ നിയമിക്കത്തില്ല, നിങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണ്, പൊട്ടന്മാരാണ്, നിങ്ങൾക്കൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ അറിയില്ല, നിങ്ങളൊക്കെ വെറും എന്താ പറയുന്നത്, പ്രാകൃതന്മാരാണ്, ബാർബേറിയൻസാണ്, അൺസിവിലൈസ്ഡ് ആണ്, സോ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോമിന് വന്നതാണ്. ആ ചലഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തു. മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ചെയർമാൻ, ജവഹർലാൽ നെഹ്റു സെക്രട്ടറി, സുഭാഷ് ചന്ദ്രബോസ്, അലി ഇമാം, തേജ് ബഹദൂർ സപ്രു, ഇങ്ങനെയുള്ള ടീമുകളുടെ നേതൃത്വത്തിൽ നമ്മളൊരു ഉഗ്രൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ഇതിനെയാണ് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ നെഹ്റു റിപ്പോർട്ട് എന്നാണ് സബ്മിറ്റ് ചെയ്തത്? ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണ്? ഈ നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ദിവസം 28 ഓഗസ്റ്റ് 1928. 28 ഓഗസ്റ്റ് 1928 ഈ ദിവസമാണ് ഈ നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. 28 ഓഗസ്റ്റ് 1928, പഠിക്കാൻ എളുപ്പമാണ്, 28 നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു.
പക്ഷേ ഈ സമയത്ത് ഇതിന് പാരലായിട്ട് വേറൊരാളെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്തു, ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ജിന്നയും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇതിനെ ജിന്ന 14 പോയിൻ്റ് എന്നാണ് പറയുന്നത്, ഓർത്തിട്ടോണം, 14 പോയിൻ്റ് എന്നാണ് ജിന്നയുടെ റിപ്പോർട്ടിന് പറയുന്നത്. ഈ റിപ്പോർട്ട് കൂടുതലും ഇറ്റ് വാസ് ടു സേഫ് ഗാർഡ് മുസ്ലിംസ് ഇൻ ഇന്ത്യ. ജിന്നയുടെ റിപ്പോർട്ടിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തെ മുസ്ലിം പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ കുറേയധികം കാര്യങ്ങളായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ നെഹ്റു റിപ്പോർട്ടിനകത്ത് മൊത്തം ഇന്ത്യൻസിനെ പറ്റിയും, ഇതാണ് നെഹ്റു റിപ്പോർട്ട്, അതിനകത്ത് മൊത്തം ഇന്ത്യൻസിനെ പറ്റിയും. ജിന്ന റിപ്പോർട്ട് 14 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ടു ഫോക്കസ് ദി സേഫ് ഗാർഡ് ആൻഡ് വെൽനെസ് ഓഫ് മുസ്ലിംസ്. ഇത് രണ്ടുമാണ് വന്നത്. അപ്പോൾ ഇത് നെഹ്റു റിപ്പോർട്ട്, ഇത് ജിന്ന റിപ്പോർട്ട്. ഇതിനെ 14 പോയിൻ്റ് എന്ന് പറയും, ഇതിനെ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയും. നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. എന്ത് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്രിയേറ്റ് എ പൊളിറ്റിക്കൽ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 കമ്മ്യൂണിറ്റീസ്. ഹിന്ദു കമ്മ്യൂണിറ്റി, ഇതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ സാധനമായിട്ടും ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാധനമായിട്ടും മാറ്റിയെടുത്തു ആര്? ബ്രിട്ടീഷുകാർ. അവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ ആണല്ലോ. എന്നിട്ട് അവർ പറഞ്ഞു, ഇവരുടെ നേതൃത്വത്തിൽ, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇത് വന്നു, ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വന്നു എന്ന് പറഞ്ഞപ്പം ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ, അവർക്ക് തമ്മിൽ സത്യത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബലിയാടുകളാണ്. കാരണം എന്ന് വെച്ചാൽ അവർ കളിപ്പാവകളായിപ്പോയി ബ്രിട്ടീഷുകാരുടെ കയ്യിലെ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ പ്രകാരം ഈ ഗ്യാപ്പ് കൂടി വന്നു. അപ്പം ഫ്രം ഹിയർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഫെയ്ഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖിലാഫത്തൊക്കെ ആയപ്പോൾ ഒന്ന് അടുത്തിരുന്ന ഹിന്ദുക്കളും മുസ്ലിംസും ഈ ഒരു പ്രശ്നത്തോടു കൂടി വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ഒരു അവർ വീണ്ടും അകലാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇനി ഞാൻ തിരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരിപാടികൾ കഴിഞ്ഞു, ഇനി ഭഗത് സിംഗിലേക്ക് വരുവാണ്, ലാലാ ലജ്പത് റായിലേക്ക് വരുവാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു നിർത്തിയിരുന്നു. എന്തായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്? ലാലാ ലജ്പത് റായ് കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലേ, ലാത്തി ചാർജിൽ. അപ്പോൾ ആ ദിവസം എന്നാണ് ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റായ് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസം പഠിക്കണം. 17 നവംബർ 1928 ലാലാ ലജ്പത് റായ് ലെഫ്റ്റസ് അല്ലേ, ബ്രൂട്ടൽ ലാത്തി ചാർജിൽ മരിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആകമാനം ഒരു വലിയ തരംഗം ഉണ്ടായി. വലിയ തരംഗം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസിനുള്ള ഒരു ആത്മരോക്ഷം തിളച്ചു മറിഞ്ഞു. കാരണം ലാലാ ലജ്പത് റായ് ഇപ്പോൾ ഒരാളുടെ ഒരു സോണ്ടേഴ്സൺ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട പോലീസ് ഓഫീസറുടെ കൈകൊണ്ട് അടിച്ച് കൊല ചെയ്യപ്പെടേണ്ട ആളാണോ എന്നൊരു ചിന്ത വരികയും ധാരാളം ലേഖനങ്ങൾ വരികയൊക്കെ ചെയ്തു. ഇതിന് ആണുങ്ങളിവിടെ ഉണ്ടായിരുന്നു പകരം ചോദിക്കാൻ. ആരൊക്കെയായിരുന്നു? ഭഗത് സിംഗ് ഇതിന് റിവെഞ്ച് എടുത്തു. ഭഗത് സിംഗ്, ഇന്ത്യക്കാർ വെറും മണ്ടന്മാരല്ല, പൊട്ടന്മാരല്ല, കിഴങ്ങന്മാരല്ലല്ലോ. ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖദേവ്, 3 പേര് ഇവർ ചേർന്നിട്ട് എന്ത് ചെയ്തു? ഷോട്ട് ഡെഡ് അവരെന്ത് ചെയ്തു? ഷോട്ട് ഡെഡ് JP സാൻഡേഴ്സൺ, അവരുടെ പേര് JP സോണ്ടേഴ്സ് എന്നാണ്, സോണ്ടേഴ്സ്. ഈ പോലീസ് ഓഫീസറെ വെടിവെച്ച് കൊന്നു. ഹു വാസ് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റൻറ്റ് ഓഫ് പോലീസ്. ഓക്കെ, ബിക്കോസ് ലാലാ ലജ്പത് റായ് വാസ് എ മെൻറ്റർ ഓഫ് ഭഗത് സിംഗ്. ശരിക്കും പറഞ്ഞാൽ ഭഗത് സിംഗിൻ്റെ ഒരു ഗുരുവായിരുന്നു ആര്? ഭഗത് സിംഗ്, ഈ ലാല. അപ്പോൾ ലാല സ്വന്തം ഗുരു അല്ലെങ്കിൽ മെൻറ്റർ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, വഴികാട്ടി, ഗൈഡായിട്ടുള്ള ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം നോക്കി നിൽക്കുമോ? ഇല്ല. അങ്ങനെ അദ്ദേഹം പകരം ചോദിച്ചു. ആൻഡ് ആഫ്റ്റർ ഹി ഹാഡ് ടു അണ്ടർഗോൺ ഫോർ എ വൈൽ, കുറേ നാളത്തേക്ക് അദ്ദേഹം ഒളിവിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒളിവിലിരുന്ന് വെറുതെ ഇരിക്കുവാണോ? അല്ല. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. 1929 ആൻഡ് ശ്രദ്ധിക്കുക, റവല്യൂഷണറി ടെററിസത്തെ പറ്റി വിശദമായ ക്ലാസ്സുകൾ ഇനിയും വരുന്നുണ്ട്. 1929 എന്ത് സംഭവിച്ചു? 1929 ഭഗത് സിംഗും വേറൊരു ആൾ, ഇത് ഭഗത് സിംഗ് ആണ്, അടുത്ത ആളുടെ പേര് ബക്കുദേശ്വർ ദത്ത് എന്നാണ്. ഹിസ് നെയിം വാസ് ബക്കുദേശ്വർ ദത്ത്. ഇവരൊരു കാര്യം ചെയ്തു, ചെറിയ കാര്യമാണ്. ദേ എക്സ്പ്ലോഡഡ് 2 ഇംപ്രോവൈസ്ഡ് ബോംബ്സ്. അതായത് 2 അതിൻ്റെ ഉഗ്രൻ ബോംബുകൾ അവർ പൊട്ടിച്ചു. ഇംപ്രോവൈസ്ഡ് ബോംബ്. സോ ഭഗത് സിംഗ് ആൻഡ് ബക്കുദേശ്വർ ദത്ത് എക്സ്പ്ലോഡഡ് 2 ഇംപ്രോവൈസ്ഡ് ബോംബ് എവിടെയാണ്? ഇൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ചെറിയ സ്ഥലത്തൊന്നുമല്ല ഇട്ടത്, ബ്രിട്ടീഷുകാരെല്ലാം കൂടി ഇരിക്കുന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാർലമെൻറ്റ്. എന്നിട്ട് പാർലമെൻറ്റോ അല്ലെങ്കിൽ കേരളത്തിൽ പറഞ്ഞാൽ നിയമസഭയൊക്കകത്ത് ആരെങ്കിലും ഒരാൾ ബോംബിട്ടാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? എന്തൊരു ഇംപ്ലിക്കേഷൻ ആയിരിക്കും, അതിലാരെങ്കിലും മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ?
അപ്പോൾ ഇവരുടെ ഉദ്ദേശം ആരെയും കൊല്ലുക എന്നുള്ളതല്ലായിരുന്നു, ഒന്ന് പേടിപ്പിക്കുക. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1929 ഭഗത് സിംഗ് ആൻഡ് ബക്കുദേശ്വർ ദത്ത് ആരൊക്കെയാണ്? മറ്റേടത്ത് ആരൊക്കെയായിരുന്നു സോണ്ടേഴ്സിനെ കൊന്നത്? ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു. ഇവിടെ ഭഗത് സിംഗ് ആൻഡ് ബക്കുദേശ്വർ ദത്ത് എക്സ്പ്ലോർഡ് ടു ഇംപ്രവൈസ് ബോംബ് ഇൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അല്ലേ? ആൻഡ് ദേ ഷവേർഡ് ലീഫ്ലെറ്റ് ഫ്രം ഗാലറി. രണ്ടാമത് വേറൊരു കാര്യം കൂടെ ചെയ്തു. മുകളിൽ നിന്ന് അവർ കുറേ ലീഫ്ലെറ്റുകൾ ഷവർ ചെയ്തു. എന്താണ് ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവർ കുറേ ലഘുലേഖകൾ, ദേ ഷവേർഡ്, കുറേ അവർ ലഘുലേഖകൾ അവർ ഷവർ ചെയ്തു. എന്താണ് അതിനകത്തുണ്ടായിരുന്നത്? അതിൽ ദേ ഷൗട്ടഡ് സ്ലോഗൻസ്, അവർ സ്ലോഗൻസ് ഷൗട്ട് ചെയ്തു. അപ്പോൾ ഈ ലീഫ്ലെറ്റിലുണ്ടായിരുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ദുർഭരണങ്ങളെ പറ്റിയാണ്. അവരുടെ ഈ കാലത്തിൽ അത്രയും നടന്ന, ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളും വൃത്തികേടുകളും ആൾക്കൊള്ളയും കൊള്ളിവെപ്പും നമ്മളെ ഭരിക്കുന്നതിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള അട്രോസിറ്റീസും ആ ലീഫ്ലെറ്റിനകത്തുണ്ടായിരുന്നു. ദേ ഷൗട്ടഡ് ദ സ്ലോഗൻ എന്താണ്? ഇൻക്ലാബ് സിന്ദാബാദ്, അല്ലെ വിപ്ലവം ജയിക്കട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ സ്ലോഗൻ അവർ ഷൗട്ട് ചെയ്യും. എന്നിട്ട് ദേ അലൗഡ് അതോറിറ്റീസ് ടു അറസ്റ്റ്. അവർ ഓടിപ്പോയില്ല, കാരണം അവർക്ക് ഓടിപ്പോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ദേ അലൗഡ് അതോറിറ്റീസ് ടു അറസ്റ്റ്. എന്നിട്ട് അവർ അറസ്റ്റ് വരിച്ചു. അതിന് കാരണമുണ്ട്. അതിന് കാരണമെന്ന് വെച്ചാൽ അറസ്റ്റ് വരിച്ചിട്ട് കോടതി പോവുക. കോടതി പോകുമ്പോൾ ഇതിനെപ്പറ്റി എന്ത് ചെയ്യും? വിചാരണ നടക്കും. ട്രയൽ നടക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുക. അങ്ങനെ വിളിച്ച് പറയുമ്പോൾ അതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ വരും. അങ്ങനെ ഇന്ത്യക്കാരെ അവെയർ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ അവർക്കറിയായിരുന്നു പിടിക്കപ്പെട്ടാൽ കൊലക്കയറാണ്, കഴിവുമരമാണ്, അല്ലെങ്കിൽ അവരെ തുപ്പിക്കൊല്ലുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സ്റ്റിൽ അവരെന്ത് ചെയ്തു? ഇങ്ങനെയുള്ളവരാണ് ശരിക്കും ധീരദേശാഭിമാനികൾ എന്ന് പറയുന്നത്. ഓടിപ്പോയില്ല. ഓടിപ്പോകാതെ ട്രയലിന് വിധേയമായി അവർ മാറി. ഓക്കെ, ഇപ്പോൾ 1929 അങ്ങനെ ഒരു കാലഘട്ടമാണ്. 1929 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാലങ്ങളിലൊന്നാണ്. അതിന് കാരണം ഈ 1929 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗത് സിംഗിനൊക്കെ ഇത്രയും പോപ്പുലാരിറ്റി വരുമ്പം കോൺഗ്രസ്സിനകത്തെ പഴയ ഒരു വിങ്ങിനൊക്കെ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു. ദേ ലോസ് ദ പോപ്പുലാരിറ്റി, എസ്പെഷ്യലി മോട്ടിലാൽ നെഹ്റു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രായമായ ആളുകൾ. ഈവൻ ഗാന്ധിജിയുടെ പോലും ഒരു ശരിക്കും അന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പോപ്പുലാരിറ്റിക്ക് ഈക്വലൻ്റ് ആയിരുന്നു ഭഗത് സിംഗിൻ്റെ പോപ്പുലാരിറ്റി. ഗാന്ധിജി നോൺ വയലൻറ്റ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷേ ഭഗത് സിംഗ് ഒരു ഡയറക്റ്റ് അറ്റാക്ക്, വയലൻറ്റ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. സ്റ്റിൽ അവർ രണ്ടുപേരുടെയും പോപ്പുലാരിറ്റി എന്തായിരുന്നു? അപ്പം എക്സ്ട്രീമിസ്റ്റ് ടെററിസം എന്നാണ് പറയുന്നത്. എക്സ്ട്രീമിസം എല്ലാം പറയുന്നത് ബ്രിട്ടീഷുകാരെ കൊല്ലുക, ബോംബ് വെക്കുക, അല്ലെങ്കിൽ കൊള്ളയടിക്കുക, അങ്ങനെ ഇത് ചെയ്യുക. ഗാന്ധിയൻ വേ എന്ന് പറഞ്ഞ ഒരു നോൺ വയലൻസ് ആണ്. സത്യാഗ്രഹ, ട്രൂത്ത്, നോൺ വയലൻസ്. ഗാന്ധിജി പറയുന്നത് വയലൻസ് എത്ര ചെയ്താലും അതിനധികം ആയുസില്ല. ഇവർ പറയുന്നത് വയലൻസ് ആണ് വേണ്ടത്, നോൺ വയലൻസ് കൊണ്ട് കാര്യമില്ല. ഇത് രണ്ടും ഒരു കണക്കിന് എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ ആവശ്യമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വന്നപ്പം 1929 ഇവരുടെ എല്ലാം പോപ്പുലാരിറ്റി കുറഞ്ഞു എന്ന് വരുമ്പോഴാണ് ശരിക്കും അന്ന് ആ കാലഘട്ടത്തിൽ ഉദിച്ചു വരുന്ന രണ്ടാളുകളാണ് 1929 കാലഘട്ടത്തിൽ ലൈം ലൈറ്റിലേക്ക് വന്ന രണ്ട് പേരാണ്. ഒന്ന് JN നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഒന്ന് സുഭാഷ് ചന്ദ്രബോസ്. അന്നത്തെ യൂത്തിൻ്റെ നല്ല ആളുകളാണ്. അവർക്ക് എക്സ്ട്രീമിസ്റ്റുകളല്ല, എന്നാൽ ഇത്തിരി തീവ്രമുണ്ട് താനും, അങ്ങനത്തെ ആളുകളാണ്. അങ്ങനെ 1929 ജവഹർലാൽ നെഹ്റു ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് INC എന്നാണ് വരുന്നത്. 1929 ജവഹർലാൽ നെഹ്റു ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ നിയമിക്കുന്നു. അപ്പം ആ സമയത്ത് ശ്രദ്ധിക്കണം, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോയിൻ്റ് ഓർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹാസ് 2 ഓപ്ഷൻസ്. എന്തൊക്കെയായിരുന്നു ആ ഓപ്ഷൻസ്? നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐദർ എ ഡൊമിനിയൻ സ്റ്റാറ്റസ്, ഒരു പുത്രികാ പദവി, ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ലെവലിലേക്ക് പോവുക, ഇന്ത്യയെ കൊണ്ടുപോവുക. എന്താണിത് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ? ലൈക്ക് ഓസ്ട്രേലിയ ഓർ കാനഡ, ഓസ്ട്രേലിയ കാനഡയെ പോലെ ഇന്ത്യ ഷാൽ റിമെയിൻ നോമിനലി അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യ ഷാൽ റിമെയിൻ, അതായത് ഇന്ത്യക്കാർ കൂടുതൽ കാര്യങ്ങൾ ഭരിക്കുന്നു, നോമിനലി. ബ്രിട്ടീഷുകാർ നോമിനലായിട്ട് ഭരിക്കുന്നു, നോമിനലി അണ്ടർ ബ്രിട്ടീഷ് റൂൾ. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാർ തന്നെ ചെയ്യുന്നു, എന്നാൽ ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ നിൽക്കുന്നു, പൂർണ്ണമായിട്ട് പോകുന്നില്ല. ഓക്കെ, അതാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. 2 പൂർണ്ണ സ്വരാജ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്റ്റാറ്റസ് ഒന്നുമില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? എക്സിറ്റ് ചെയ്യുക, പോവുക.
ഈ രണ്ട് ഓപ്ഷനാണ് ഐ എൻ സിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്താണ് 1929 ഐ എൻ സി ഹാസ് 2 ഓപ്ഷൻസ്, ഐദർ എ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഓർ എ പൂർണ്ണ സ്വരാജ്. ഓക്കെ, സോ 1929 ജയൻ ഇതിൻ്റെ നേതൃത്വത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു. സുഭാഷ് ചന്ദ്രബോസ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് എടുത്തൊരു ഡിസിഷനാണ്. ആ ഡിസിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ്. ഡിസംബർ 1929 എടുത്ത ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡിക്ലെയർഡ് പൂർണ്ണ സ്വരാജ് ആസ് ഇറ്റ്സ് ഗോൾ. നമ്മുടെ ഡിക്ലറേഷൻ നടന്നു. എന്താണ്? നമ്മൾ പൂർണ്ണ സ്വരാജാണ് നമ്മുടെ ഗോൾ, അതിൽ കുറഞ്ഞ ഒരു ഗോളിനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതേത് സെഷനിലാണ് എടുത്തത് എന്നറിയാവോ? ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ലാഹോർ സെഷൻ. എന്നാണ്? ലാഹോർ കോൺഗ്രസ്സിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്താണ് ആ തീരുമാനം? പൂർണ്ണ സ്വരാജ്. ഡിസംബർ 1929 ഇന്ത്യ ഡിക്ലെയർഡ് പൂർണ്ണ സ്വരാജ് ആസ് ഇറ്റ്സ് ഗോൾ. അത് രവി നദിയുടെ തീരത്താണ്. ലാഹോറിലെ രവി എന്ന് പറഞ്ഞാൽ പഞ്ചാബിൻ്റെ പഞ്ച് എന്ന് പറയുന്ന 5 നദികളിൽ, അത് നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 5 നദികൾ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചാബ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 5 നദികളെന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം. രവി, സട്ലജ്, ചെനാബ്, ബിയാസ് ആൻഡ് ജലം അല്ലേ? ഇതിൻ്റെ കൂടെ ഇന്തസ്സും പ്ലസ് പണ്ട് മറഞ്ഞുപോയ സരസ്വതിയും കൂടെ ചേർന്നാൽ സപ്തസിന്ധു എന്ന് പറയും അല്ലേ? ഈ 5 രവി നദികൾ എന്താണ്? ഇന്തസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്. അതിൻ്റെ കൂടെ ഇന്തസ്സും പിന്നീട് സരസ്വതിയും കൂടെ ചേർന്നാൽ എന്ത് പറയും? സപ്തസിന്ധു എന്ന് പറയും. അപ്പോൾ അങ്ങനെ രവി നദിയുടെ തീരത്ത് ഡിസംബർ 1929 നമ്മുടെ പൂർണ്ണ സ്വരാജ് എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു അല്ലേ? അവിടെ വെച്ചാണ് ട്രൈ കളർ ഫ്ലാഗ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നതും ജനുവരി 26-ന്. അങ്ങനെ ആ ജനുവരി 26-ന് എന്ത് 1950 ജനുവരി 26 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ആചരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1920 മുതൽ 1929 വരെയുള്ള സ്ട്രക്ചർ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത്, ആ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത്, ആദ്യം 21 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്നു, ചൗരി ചൗര ഇൻസിഡൻറ്റ്. അതിനുശേഷം നെഹ്റു വരുന്നു, നെഹ്റുവിൻ്റെ സോഷ്യലിസം ഐഡിയ പറഞ്ഞു. അതിനുശേഷം ഗാന്ധിജി വരുന്നു, ഗാന്ധിജിയുടെ ബെൽഗാം കോൺഗ്രസ്സിൽ ഗാന്ധിജി INC പ്രസിഡൻ്റ് ആകുന്ന കാര്യം പറഞ്ഞു. പിന്നെ സൈമൺ It's 12:51 p.m. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നു. സൈമൺ കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ് അല്ലേ? അതിന് ഇന്ത്യൻസ് ഒന്നും ഇല്ലായിരുന്നു, അത് ഇന്ത്യക്കാർക്ക് ഇൻസൾട്ടായി. അതിന് അഗൻസ്റ്റ് ലാത്തി ചാർജ് നടക്കുകയും അതിനെ തുടർന്ന് ലാലാ ലജ്പത് റായ് ആ ലാത്തി ചാർജിൽ മരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അതിൽ കുറേ ടീമുണ്ട്. പിന്നീട് നമ്മൾ നെഹ്റു റിപ്പോർട്ട് പറഞ്ഞു, ജിന്ന 14 പോയിൻറ്റ്സ് പറഞ്ഞു. നെഹ്റുവും ജിന്നയും കൂടെ അകലുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് തകരാറ് പറ്റുന്നു. പിന്നീട് ലാലാ ലജ്പത് റായ് മരിക്കുന്നു. പിന്നീട് സാണ്ടേഴ്സിനെ തിരിച്ച് കൊല്ലുന്നു, ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും ചേർന്നിട്ട്. ദെൻ ഭഗത് സിംഗ് ആൻഡ് ബക്കുദേശ്വർ ദത്ത് എക്സ്പ്ലോഡഡ് ഇംപ്രവൈസ്ഡ് ബോംബ്സ് അറ്റ് ഇൻസൈഡ് ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതിനെ തുടർന്ന് അവർ അറസ്റ്റിലാകുന്നു. ദെൻ വി കം ടു 1929. INC has 2 options, either to remain as a dominion status, ഒന്നുകിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് നിലനിൽക്കുക, അല്ലെങ്കിൽ ടു ഡിക്ലെയർ പൂർണ്ണ സ്വരാജ്. ആൻഡ് 1929 ഡിസംബർ 19 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിക്ലെയർഡ് പൂർണ്ണ സ്വരാജ് ആസ് ഇറ്റ്സ് ഗോൾ. ഇത്രയും കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, സോ താങ്ക് യു.